രാഹുൽ എന്ന കോഴിയെ നിർത്തേണ്ട ഇടത്ത് നിർത്തിയിട്ടുണ്ട്. ചാനലിൽ ഇരുന്നതുപോലെ എൻ്റെ മുൻപിൽ ഇരിക്കാൻ ധൈര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിച്ച് എം.എ. ഷഹനാസ് രംഗത്തേക്ക്. റിപ്പോർട്ടർ ചാനലിനോട് പ്രതികരിച്ച ഷഹനാസ് അവന്റെ മുഖംമൂടി വലിച്ചു കീറാൻ ഇരിക്കുന്നതേ ഉള്ളൂവെന്നും തുറന്നടിച്ചു. നിന്റെയൊക്കെ മുഖംമൂടിയാണ് വലിച്ചു കീറാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് തുടക്കമിട്ടപ്പോഴേ ഇങ്ങനെ വിറയൽ. കാര്യത്തോടടുക്കുമ്പോൾ പരാതിക്കാരികളും അതിജീവിതമാരും എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കെന്ന് രാഹുലിന്റെ സൈബർ ഗ്രൂപ്പ് വെടിപൊട്ടിച്ചു. അതായത് രാഹുൽ വിഷയത്തിൽ സൈബർ ഇടവും ചാനൽ ഫ്ലോറുകളും ഇളക്കി മറിച്ച് വൻ ബോംബുകളാണ് പൊട്ടുന്നത്. 24 ന്യൂസ് ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തുവിട്ടപ്പോൾ റിപ്പോർട്ടറും മറ്റ് ചാനലുകാരും അതിജീവിതമാരെയും പരാതിക്കാരെയും തേടിപ്പിടിച്ച് ഇന്റർവ്യൂ എടുക്കുകയാണ്. ഒരൊറ്റ ഇന്റർവ്യൂ കൊണ്ട് പല കേന്ദ്രങ്ങൾക്കും തീയിട്ട് എതിരാളികളെ എല്ലാം പുറത്തേക്ക് ചാടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA ലക്ഷ്യം വെക്കുന്നത് എന്താണ്? പരാതിക്കാരികളെയും അതിജീവിതമാരെയും സംസാരിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ ഈ ഒരു ഇന്റർവ്യൂ. അതാണ് ഓരോരുത്തരായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 24 ന്യൂസ് ചാനൽ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് താൻ കൃത്യമായി മറുപടി നൽകി എന്ന് KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി M.A. ഷഹനാസ് പ്രതികരിച്ചത്. രാഹുൽ കോഴിയാണെന്ന് പണ്ടേ അറിയാമെന്നും ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ വെച്ച് കോൺഗ്രസിലെ വനിതകളുടെയും രാഹുലിന്റെയും ഫോൺ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും M.A. ഷഹനാസ് പറഞ്ഞു. അഭിമുഖമെടുത്ത 24 ന്യൂസ് ചാനലിനോട് പുച്ഛം തോന്നുകയാണെന്നും രാഹുൽ ഉയർത്തിയ കാര്യങ്ങളിൽ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ആർജവം തനിക്കുണ്ടെന്നും ഷഹനാസ് പ്രതികരിച്ചു. ചാനലിൽ ഇരുന്നതുപോലെ തനിക്ക് മുൻപിൽ വന്നിരിക്കാൻ രാഹുലിന് ധൈര്യമുണ്ടോ എന്നും ഷഹനാസ് വെല്ലുവിളിച്ചു. വീട്ടിൽ പോയി രാഹുലിനെ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് താൻ. പലതരത്തിൽ താൻ സമൂഹത്തിൽ സജീവമായിരിക്കുന്നയാളാണ്. എല്ലാ കോഴികൾക്കുമെതിരെ സ്ത്രീകൾക്ക് പരാതിയുമായി നീങ്ങാൻ കഴിയില്ല. രാഹുലിന്റെ ഒപ്പം ഒരു സെൽഫി പോലും തന്റെ കയ്യിലില്ല എന്നും ഷഹനാസ് പറഞ്ഞു. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുലെന്നും ഷഹനാസ് ആഞ്ഞടിച്ചു. രാഹുലിനെ താൻ നിർത്തേണ്ട ഇടത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് എന്ന് ഷഹനാസ് വ്യക്തമാക്കുന്നു. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് വിവാഹിതയായ ഒരു യുവതിയെ ചൂഷണം ചെയ്തയാളാണ് രാഹുൽ. സ്ത്രീയെ അസഭ്യം പറഞ്ഞത് 24 ന്യൂസ് ചാനലിലെ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നു. ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് രാഹുൽ നിരന്തരം ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടത്. എന്നെ കാണണമെന്ന് പറഞ്ഞ് അയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിരവധി പെൺകുട്ടികൾ ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു. തനിക്കൊന്നും അഴിഞ്ഞു വീഴാനില്ല എന്നും ഷഹനാസ് വ്യക്തമാക്കി. കോൺഗ്രസിൽ പരാതി നൽകിയതിന് അകറ്റി നിർത്തപ്പെട്ടയാളാണ് താൻ. തന്റെ ഫോൺ ഏത് പരിശോധനയ്ക്കും വിധേയമാക്കാനും താൻ തയ്യാറാണെന്നും രാഹുലിനെ സംവാദത്തിന് വെല്ലുവിളിക്കുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അയാളുടെ വീട്ടിൽ പോയി അത് ചോദ്യം ചെയ്യാൻ തയ്യാറാണെന്നും ഷഹനാസ് വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം മറ്റു പലരോടും നേരത്തെ അയാൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ മറുപടി മെസ്സേജായി രാഹുലിന് അയച്ചിരുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു. ഇന്റർവ്യൂവിൽ രാഹുൽ പറഞ്ഞല്ലോ അതിജീവിതമാർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്ന് ഞാൻ അയാളോട് പറഞ്ഞുവെന്ന്. ആ ആരോപണം തന്നെ ഒരുപാട് വേദനിപ്പിച്ചുവെന്നും ഷഹനാസ് പറഞ്ഞു. രാഹുൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും തന്റെ കയ്യിൽ മറുപടി ഉണ്ടെന്നും ഷഹനാസ് പ്രതികരിച്ചു. രാഹുലിന്റെ മുഖത്ത് നോക്കി പറയാൻ തയ്യാറുമാണ്. എനിക്കൊരുത്തനെയും പേടിക്കാനില്ല. മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ വെല്ലുവിളിക്കുകയാണെന്നും ഷഹനാസ് പ്രതികരിച്ചു. തെറ്റ് ചെയ്തില്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൂടെ എന്ന് ചോദിച്ച കാര്യമാണ് മറ്റൊരു തരത്തിൽ രാഹുൽ പറയുന്നത്. ഇത്തരത്തിൽ രാഹുലിനെതിരെ നിരവധി ചോദ്യങ്ങളും ചില മറുപടികളുമാണ് ഷഹനാസ് പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഷഹനാസ്. കാരണം ഹാഷ്മിയുമായുള്ള ചർച്ചയിൽ കൃത്യമായി രാഹുൽ ഷഹനാസിനെ ലക്ഷ്യം വെച്ച് പല അമ്പുകൾ എയ്തിരുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചു, സെൽഫി എടുത്തു, പരിപാടികൾ സംഘടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷഹനാസിന്റെ കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഷഹനാസ് എനിക്കെതിരെ ആരോപണം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അവർ എന്നെ ദുബായിലേക്ക് വിളിച്ചുവെന്നും രാഹുൽ തുറന്നടിച്ചത് ഷഹനാസിന് വല്ലാത്ത ഏണിയായി പോയി. 2020 ഞാൻ മോശക്കാരനെന്ന് അവർ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് 2024 ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിച്ചത് എന്നും രാഹുൽ പച്ചയ്ക്ക് പറഞ്ഞതും ഷഹനാസിനും ഏകദേശം കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു. അതാണ് തിടുക്കപ്പെട്ട് ഇന്നലെ തന്നെ ഷഹനാസ് ഒരു പോസ്റ്റ് ഇട്ടത്. പിന്നീട് അധികം വൈകിയില്ല ഇന്ന് റിപ്പോർട്ടറിനോട് പ്രതികരണവും. എന്നാൽ ഷഹനാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ രാഹുൽ അനുകൂലികൾ തുരുതുരാ വെടിപൊട്ടിക്കുകയാണ്. ഷഹനാസിന്റെ ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട്
എനിക്ക് ഇത്രയും സാധിക്കുമോ? എന്നോട് തന്നെ എനിക്കൊരു ബഹുമാനം തോന്നി. ഞാൻ എന്നെ തന്നെ ഒന്ന് സല്യൂട്ട് അടിച്ചു. കൊടുക്കടാ കേസ്. ഇത്രയേ ഉള്ളൂ ഷഹനാസ് പങ്കുവെച്ച ആ ഒരു കുറിപ്പ്. പക്ഷേ അതിന് താഴത്തെ കമൻറ്റ് തെറിവിളികളുടേതാണ്. താനൊക്കെ ഒന്നാം തരം ഫ്രോഡാണെന്ന് അറിയാമായിരുന്നു. സരിൻ്റെ കൂടെ ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലായതാണ്. അപ്പോൾ ഡൽഹിക്ക് വിളിച്ച ചാറ്റ് പോസ്റ്റ് നില്ലേ ചേച്ചി തുടങ്ങി നീളുന്നു കമൻറ്റുകൾ. ചില കമൻറ്റുകൾ വായിക്കാൻ പോലും കഴിയില്ല, തെറിയാണ്. അതായത് ഷഹനാസിൻ്റെ ഫേസ്ബുക്കിലെ ഈ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റ് മുഴുവൻ രാഹുൽ ആർമി ഹൈജാക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. രാഹുൽ എന്തിനായിരുന്നു ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്തത്? അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്ക് താൻ ഒരു പ്രതിസന്ധി ആകരുത്. ചില വെളിപ്പെടുത്തലുകൾ, അതായത് പാർട്ടി തന്നെ സംരക്ഷിച്ചു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ തുടക്കത്തിൽ വന്നിരുന്നല്ലോ, അതിനെല്ലാം ഒരു മറുപടി കൊടുക്കുക. പാർട്ടി പറഞ്ഞാൽ സ്വതന്ത്രനായി പോലും ഞാൻ മത്സരിക്കാൻ നിൽക്കില്ല എന്ന് രാഹുൽ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ തുറന്നടിച്ചിരുന്നു. എന്നെ പാർട്ടിക്ക് തള്ളിക്കളയാം, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിനെ പറിച്ചു മാറ്റാൻ പറ്റില്ല എന്ന രാഹുലിൻ്റെ ഡയലോഗ് കോൺഗ്രസിനെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ലക്ഷക്കണക്കിന് പേരുടെ ഉള്ളിൽ അതങ്ങ് പിടിച്ച് കയറിയിരിക്കുകയാണ്. രാഹുലിനെ ഈ പാർട്ടിക്ക് വേണമെന്ന് അവരെ കൊണ്ട് പറയിക്കുന്നതിനുമാണ്. 2, പരാതി ഉന്നയിച്ച് വന്നവരെയൊക്കെ തീർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇനി എനിക്ക് മൗനമില്ല, ഞാൻ പറയാനുള്ളതെല്ലാം തുറന്നു പറയും എന്നാണ് രാഹുൽ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ ചൂണ്ടയിൽ ഇര കൊരുത്തിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ഇര ഓരോരുത്തരായി കൊത്താൻ തുടങ്ങിയിട്ടുമുണ്ട്. രാഹുൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ. അത് നമുക്കൊന്ന് നോക്കാം. ഈ പരാതിക്കാർ അവർ ചാറ്റ് പൂർണ്ണമായും പുറത്തു വിടട്ടെ, അതല്ലേ അവർ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ചാറ്റുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഇതൊരു കുടുക്കാണ്. ആ ചാറ്റുകളിൽ തനിക്കെതിരെയുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. അതായത് രാഹുലിൻ്റെ ഓഡിയോ പുറത്തേക്ക് വരുന്നു, രാഹുലിൻ്റെ ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു. അപ്പോഴൊക്കെ മലയാളികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മറുതലയ്ക്കലുള്ള ആൾ പറയുന്ന കാര്യങ്ങൾ അതെന്താണ് കേൾപ്പിക്കാത്തത് എന്നുള്ളത്. രാഹുലിൻ്റെ വോയിസ് മാത്രം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചാറ്റിൽ പുറത്തുവിടുന്നു. അല്ലാതെ രാഹുലിന് എതിരായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം, ആ ചാറ്റുകൾ മാത്രം പുറത്തേക്ക് വിടുന്നു. അതിൻ്റെ മുകളിലേക്കോ താഴേക്കോ ഉള്ള ചാറ്റുകൾ പൂർണ്ണമായും എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയും ഇവിടുത്തെ ജനങ്ങളും ചോദിച്ചിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ. ആ ചാറ്റുകൾ അവർ പുറത്തുവിടാൻ തയ്യാറാകട്ടെ എന്നായിരുന്നു രാഹുലും പറഞ്ഞത്. അതിജീവിതകൾക്കും രാഹുലിനെതിരെ പരാതി പറഞ്ഞവർക്കും ഇപ്പോൾ ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥിതിയാണ്. അതായത് ഒരു കൂട്ടം പെണ്ണുങ്ങളും ഭരണകൂടവും സ്വന്തം പാർട്ടിയിലെ ചിലരും ചേർന്ന് രാഹുലിനെ ഒതുക്കാൻ പദ്ധതിയിട്ടു എന്ന വ്യാഖ്യാനം സമൂഹത്തിൽ പരന്നിരിക്കുകയാണ്. അതിജീവിതമാർക്കെല്ലാം പരസ്പരം അറിയാം. ഒന്നാം പരാതിക്കാരി പറഞ്ഞത് രാഹുൽ ഇരകളാക്കിയവരെ തനിക്കറിയാം, പോക്സോ വകുപ്പ് ഉൾപ്പെടെയുണ്ടെന്ന്. എങ്ങനെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം? അതൊരു ചോദ്യമാണ്. മൂന്നാം പരാതിക്കാരിക്ക് റിനി മെസ്സേജ് അയച്ചു എന്ന ആരോപണം പുറത്തു വന്നിരുന്നല്ലോ.